ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല മസാല ദോശ, അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ചട്നിയും കൂടി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റാക്കാം. ഞാൻ ഇവിടെ ഒരു പൊട്ടാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ബീറ്റ്റൂട്ട്, ഒരു ചെറിയ ബീറ്റ്റൂട്ടാണ്, അതും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ക്യാരറ്റ് കൂടി എടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ 3 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു പകുതി സവോളയും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, സവോള ഒന്നിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ നിറമൊന്നും ആവണ്ട, ഒന്ന് ജസ്റ്റ് സോഫ്റ്റ് ആയാൽ മതി. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീറ്റ്റൂട്ടും ഇട്ട് കൊടുത്തിട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. നമ്മൾ ചെറുതായിട്ടാണല്ലോ കട്ട് ചെയ്തത്. ഇനി ഈ ഉരുളക്കിഴങ്ങൊക്കെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ആ വെള്ളം ഒന്ന് വറ്റി കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫൈനലി ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടായി വരുന്ന ദോശക്കല്ലിൽ നമ്മൾ എണ്ണ, നെയ്യോ ബട്ടറോ തടയി കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി വേണം നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം മാത്രം നമ്മൾ മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ക്ലോസ് ചെയ്യാം. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് തിരിച്ചുകൂടി ഇട്ട് കൊടുക്കാം. ആ ഒരു ക്രിസ്പിനെസ് എല്ലായിടത്തും കിട്ടും. അപ്പോൾ ഈ മസാല ദോശയൊക്കെ നമ്മൾ നല്ല ചൂടോടെ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ചൂട് നല്ലതായിട്ട് കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളം അപ്ലൈ ചെയ്തതിന് ശേഷം കല്ലിലേക്ക് ബട്ടറോ എണ്ണയോ നെയ്യോ തൂവി കൊടുക്കുന്നതായിരിക്കും നല്ലത്. വീണ്ടും ഇതേ രീതിയിലൊന്ന് ചുട്ടെടുക്കുക. പറഞ്ഞ പോലെ ആദ്യം ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം മാത്രം മസാല ഇട്ട് കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് അത് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് എടുക്കാൻ എളുപ്പം. അപ്പോൾ അത്യാവശ്യം നല്ല മൊരിഞ്ഞ് കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ ആ ഒരു മസാല ദോശയുടെ ആ ഒരു ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതിന് പറ്റുന്നൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 പച്ചമുളക്, 2-3 ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും, പിന്നെ 1 ടീസ്പൂൺ പൊട്ടുകടലയും 1/2 ടീസ്പൂൺ ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഒരു 1/4 കപ്പോളം വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മളിതിലേക്ക് കടുകും ചുമന്ന മുളകും കൂടി താളിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മളെ ചട്നി ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ് ഈ ചട്നി കൂട്ടിയിട്ട് മസാല ദോശ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.